പൃഥ്വിരാജ് എന്ന സിനിമാ നടനോട് ഒരാൾ ചോദിക്കുകയാണ്, അച്ഛൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് മകൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഏതാണ് താങ്കളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത്? നമുക്ക് ആ ചോദ്യവും പൃഥ്വിരാജിൻ്റെ മറുപടിയും ഒന്ന് കേട്ടു നോക്കാം. അച്ഛൻ്റെ പടം കണ്ടിട്ട് മകൾ എന്തെങ്കിലും ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഏതായിരുന്നു രാജുവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്? എൻ്റെ സിനിമകൾ അലങ്കൃത കണ്ടിട്ടില്ല ഇതുവരെ. ആക്ച്വലി എൻ്റെ ഒരു സിനിമയും ആലി ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന സിനിമകളിലെല്ലാം ഈ കുറച്ച് വയലൻസ് എന്നൊക്കെ പറഞ്ഞ തീംസ് ഉള്ളതുകൊണ്ട് കാണിച്ചിട്ടില്ല ഇതുവരെ. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തൻ്റെ മകളെ കാണിച്ചിട്ടില്ല. പൃഥ്വിരാജിൻ്റെ അച്ഛൻ ഒരു അറിയപ്പെട്ട സിനിമാ നടനാണ്. അമ്മയും ഒരു സിനിമാ നടിയാണ്. സഹോദരനും ഒരു സിനിമാ നടനാണ്. സിനിമാ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ല പൃഥ്വിരാജ് പറയുന്നത്, കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ സിനിമകളിൽ വയലൻസുകൾ ഉള്ളതുകൊണ്ടാണ് തൻ്റെ മകളെ സിനിമ കാണിക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്രമവും കൊലപാതകവും രക്തം ചിന്തുന്ന രംഗങ്ങളുമൊക്കെ തൻ്റെ സിനിമയിൽ ഉള്ളതുകൊണ്ട് തൻ്റെ സ്വന്തം മകളെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുകയാണിവിടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗമനം നടപ്പിൽ വരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ പ്രസിഡൻ്റായ VP സാനു സിനിമയെക്കുറിച്ച് ഈ അടുത്തു നടത്തിയ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. മലയാള സിനിമ റാഗിങ്ങിനെയും വയലൻസിനെയും ന്യായീകരിക്കുന്നു. ഇത്തരം സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് അപകടമുണ്ടാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പേരിലാണ് ഒരു മലയാള സിനിമ ആഘോഷിക്കപ്പെട്ടത്. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർമാരെ മർദ്ദിക്കുന്നത് BGM വെച്ച്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ഷെയർ ചെയ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ്. മറ്റൊരു സിനിമാ സംവിധായകനായ ആഷിഖ് അബുവും ഇത്തരത്തിൽ ഒരു ശ്രദ്ധേയമായ വീക്ഷണം പങ്കുവെക്കുന്നുണ്ട്. സിനിമയിലെ വയലൻസ് ചെറുപ്പക്കാരെ സ്വാധീനിക്കും. എൻ്റെ സിനിമകൾ സ്വാധീനിച്ചാൽ അത് എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. സിനിമാ നടനും സിനിമാ സംവിധായകനുമായ രമേശ് പിഷാരടി പറയുന്നത് ഇങ്ങനെയാണ്: സിനിമയിൽ അക്രമം ഗ്ലോറിഫൈ ചെയ്യുന്നു, കൊലപാതകങ്ങൾ സാധാരണ സംഭവമാക്കുന്നു. കേരളത്തിലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല സാർ അവർകൾ പറയുന്നത് ഇപ്രകാരമാണ്: മാർക്കോ, കൊത്ത്, RDX വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം സിനിമകൾ യുവാക്കളെ സ്വാധീനിക്കുന്നു. സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണം. ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനായ ബ്ലസ്സി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അടുത്ത സമയത്ത് സിനിമകളിൽ നിർദാക്ഷിണ്യമായി ശരീരം പൊട്ടിച്ചിതറുന്നതുപോലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നുണ്ട്. അതെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജയിലർ സിനിമയിൽ വാഴത്തണ്ട് വെട്ടിമാറ്റുന്നത് പോലെ തല വെട്ടിമാറ്റുന്ന കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഷോക്കായി പോയിട്ടുണ്ട്. ഇത്തരം വൈകൃതങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ എങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുമെന്ന് ചലച്ചിത്രകാരന്മാരും നായകന്മാരും ആലോചിക്കണം. ഒരു തലമുതിർന്ന സിനിമാ സംവിധായകൻ പറയുകയാണ്, ഒരു കഴുത്ത് വെട്ടിമാറ്റുന്ന സീൻ തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഷോക്കായി പോയത്രേ. താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു നിസാരമായ വാക്തർക്കം അത് സംഘർഷത്തിലേക്കും ഒടുവിൽ ഒരു 15 വയസ്സുകാരൻ്റെ കൊലപാതകത്തിലേക്കും കലാശിച്ച സംഭവം നമ്മൾ വാർത്തകളിലൂടെ വായിക്കുകയും അറിയുകയും ചെയ്തവരാണ്. പ്രതികളെന്ന് പറയപ്പെടുന്ന കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് അതൊരു പക്ഷേ നിങ്ങൾ വാർത്തയിലൂടെ ആ വോയിസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, കേസ് തള്ളിപ്പോകും, കൂട്ടത്തല്ലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ കേസുണ്ടാവുകയില്ല എന്നു തുടങ്ങിയുള്ള ആ കുട്ടികളുടെ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 15 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്. തൻ്റെ സഹപാഠിയുടെ ജീവനെടുക്കാൻ വേണ്ടിയാണ് അവർ ഈ ഗൂഢാലോചനകൾ നടത്തുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്ക് ധൈര്യം ലഭിക്കുന്നത്? കൊലപാതകം അതൊരു സ്വാഭാവികമായ കാര്യമായിട്ട് ഈ കുട്ടികളുടെ മുന്നിൽ ആരാണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത്? ചെറിയൊരു വാക്തർക്കത്തിൻ്റെ പേരിലുണ്ടായ പക അത് കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഇവരുടെ മനസ്സുകളെ, ഇവരുടെ തലച്ചോറുകളെ ആരാണ് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയത്? തീർച്ചയായും ആ സിനിമകളിലെ അക്രമരംഗങ്ങൾ, അതിലെ വയലൻസുകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും യാഥാർത്ഥ്യത്തിന് എതിരാവുകയില്ല.